ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ വേറൊന്നുമല്ല, കുറേ നാളായി എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഡൗൺലോഡ്സ് ഡയറക്ടറി ബേസിക്കലി ഭയങ്കര ക്ലട്ടേർഡാണ്. എനിക്ക് എന്താ ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. സോ ആ പ്രശ്നം മാറ്റാനായി ഞാനൊരു ബാഷിലൊരു സ്ക്രിപ്റ്റ് എഴുതി. ഈ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് അതാത് ദിവസം ഒരു ഫോൾഡറിൽ മൂവ് ചെയ്യും. കൂടാതെ എന്താ പറയുക, ഇപ്പോൾ 1 ഇയർ കഴിയുമ്പോഴത്തേക്കിനും ആണെങ്കിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പം ആക്ച്വലി നമുക്ക് നമ്മുടെ പ്ലാൻ ആദ്യമേ എപ്പോഴും ഒരു പ്രോഗ്രാം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മളെപ്പോഴും പ്ലാൻ ഔട്ട് ചെയ്യുന്നത് ബെറ്ററാണ്. സോ നമുക്കൊന്ന് പ്ലാൻ ഔട്ട് ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ തിങ്സ് ടു നമുക്കൊരു പുതിയ ബോർഡ് തന്നെ ഉണ്ടാക്കാം, അതായിരിക്കും എപ്പോഴും ബെറ്റർ. ക്രിയേറ്റ് എ ന്യൂ ബോർഡ്. ക്രിയേറ്റ്. You have used 5 out of 5 of your 10 free boards. Add board title is no. Private. Wait. ഇവിടെ എല്ലാം നമ്മൾ ഉണ്ടാക്കേണ്ടത് പേഴ്സണൽ ബോർഡ്സ്. ഓക്കെ ഫൈൻ. ടീം വിസിബിൾ അല്ല, പ്രൈവറ്റ്. സോ യൂട്യൂബ് പ്രൊജക്ട്സ് എന്നൊരു പുതിയ ഇതുണ്ടാക്കാം, ബോർഡ് ഉണ്ടാക്കാം. സോ ഇൻസൈഡ് ദ ബോർഡ് things to do. Doing and done. All right, നമ്മൾ നമ്മുടെ സാധനം ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ create a download manager അല്ലേ? not download manager exactly. ഡൗൺലോഡ് മാനേജർ എന്ന് തന്നെ കൊടുക്കാം. എന്തായാലും മാനേജ് ചെയ്യാനുള്ള സാധനമാണല്ലോ, മാനേജ് ചെയ്തേക്കാം. സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ items downloaded in a day must be moved into a folder named that day. pretty basic ആണ്. ഏത് ദിവസം എന്ത് ഡൗൺലോഡ് ചെയ്യുന്നു അതൊരു ഫോൾഡറിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ആക്ച്വലി ചെയ്യാനുള്ളൂ. സോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെക്ക് ദ ഫയൽസ് ഡൗൺലോഡഡ് ഓൺ ദാറ്റ് ഡേ, ഫയൽസ് ടൈം സ്റ്റാമ്പ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ move the files to the appropriate directory. Yes, my spelling is right. Okay, ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുമല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്താൽ മാത്രം പോരാ, ഇത് it should execute every day like 12 PM midnight. അവിടെ ഒരു വേറെ കേസുണ്ട്. 12 PM midnight ലാപ്പ് ക്ലോസ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല.
സ്റ്റിൽ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഗോയിങ് ഫോർവേഡ് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കി അതിനകത്തോട്ട് ഇടയ്ക്ക് cd clear mkdir യൂട്യൂബ് പ്രോജക്ട്സ് cd യൂട്യൂബ് പ്രോജക്ട്സ് ls clear vim ഗൈസ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഈ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഗിറ്റ്ഹബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വിം ഉപയോഗിക്കാം. വിം ഡൗൺലോഡ് manage okay. So /bin/bash ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് cd/downloads പോകണം. ഇനിയാണ് പ്രശ്നം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ, നമുക്ക് ഇതിനകത്തുള്ള ഫയൽസിനെയൊക്കെ അനലൈസ് ചെയ്ത് ഓരോ ഫയല്, ഓൾറെഡി ഒരു ഫയൽ ഒരു ദിവസം ഡൗൺലോഡ് ആണെങ്കിൽ നമുക്ക് ആ ദിവസത്തേക്കിനുള്ളത് നമുക്ക് ഇതൊക്കെ ഞാൻ ചെയ്യും. കുറച്ച് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. How to create a download manager in Linux. Only download manager. How to organize your downloads in Linux. Better one. Yes, നമുക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് എന്തോ കിട്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ക്രോൺ ജോബ് സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ല. ക്രോൺ ജോബ് സെറ്റ് ചെയ്യണമെന്ന് നമുക്കറിയായിരുന്നു. ഇൻസ്റ്റോൾ ക്ലാസിഫയർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അപ്പോൾ പൈത്തൺ ആണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് സംഭവം നോക്കട്ടെ. നമുക്കൊന്ന് ഗിറ്റ്ഹബ് പേജിൽ പോയി നോക്കാം. Oh, this is also nice. Already ഒരു ടൂൾ ഇൻ എക്സിസ്റ്റൻസ് ഉണ്ട് നമുക്ക്. ഐ തിങ്ക് നമ്മൾ ചുമ്മാ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇത്ര നല്ലൊരു ടൂൾ അവൈലബിൾ ആണെങ്കിൽ വൈ നോട്ട് യൂസ് ഇറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടോ. നമുക്കൊന്ന് ഗിറ്റ് ക്ലോൺ ചെയ്ത് നോക്കാം. mkdir classifier അല്ലേ. വാട്ട് git clone. ഒത്തിരി പേര് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് ഒരു നല്ല പ്രൊജക്റ്റാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. ഐ തിങ്ക്
pip install classifier എന്നുള്ളതാണ് ഓൾറെഡി ഉണ്ട് പിപ്പിൽ. ഓക്കെ, ദെൻ ഞാനിത് ക്ലോൺ ചെയ്യേണ്ട ആവശ്യമില്ല. install classifier is it available? വെറുതെ ഞാൻ ഗിറ്റ് ക്ലോൺ ചെയ്തു. ഓക്കെ ഫൈൻ, that is all right. Go to your directory where you want to classify your files. Classifier. So നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം cd /downloads. Okay, let's do a classifier then. Let's see. Dude. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, നോക്കാം. ഓക്കെ, ഫോൾഡേഴ്സ് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കാം. പിക്ചേഴ്സ് എന്ന് പറയാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്ചേഴ്സ്, ഡെപ് പാക്കേജസ്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. സോ ഐ ഗെസ് ഓൾ ഡോക്യുമെൻറ്റ്സ് അതിനകത്തായിരിക്കും ഉള്ളത്. ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. ബട്ട് ചില ഫയൽസ് ഇപ്പോഴും മൂവ് ആയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൈത്തൺ ഫയൽസ് ആയിട്ടുള്ള py ഫയൽസും apk ഫയൽസ് മൂവ് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. മോശമല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. എന്താണ് ഡൗൺലോഡ്സ് ഫോൾഡർ പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഫോൾഡർ ഉള്ളത്? എന്താ ഇതുപോലെ ഉണ്ടോ? സ്ട്രേഞ്ച്. ഓക്കെ, നമുക്കൊന്ന് പിക്ചേഴ്സ് കയറി നോക്കാം. ഓക്കെ, ഐ ഗെസ് ഓൾ പിക്ചേഴ്സ് ആർ ഹിയർ നൗ. ഫൈൻ. ഓക്കെ, ഐ തിങ്ക് ഒരു നല്ല രീതിയിൽ അത് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി പോലും വന്നില്ല. വളരെ നൈസായിട്ടൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പാക്കി നമ്മൾ. പക്ഷേ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ആക്ച്വലി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ആ ഫയൽസ് ഒന്നും എനിക്ക് ആവശ്യമില്ല, അതാണ് ആദ്യമത്തെ. പിന്നെ സ്ക്രിപ്റ്റ്, റിസൾട്രോൺ, ചലഞ്ച്, ആപ്പ് ലോഗ്, Linux browser. That is actually important. So no, ഞാനിത് മൂവ് ചെയ്തായിരുന്നു. I also don't know that. അപ്പോൾ അതും കളയാം. ഓക്കെ, ബട്ട് ഇത് വളരെ സ്റ്റുപ്പിഡായിട്ട് രീതിയിൽ സ്റ്റുപ്പിഡ് ഫാസ്റ്റ് എന്നായിപ്പോയി. ബട്ട് ഐ തിങ്ക് ചുമ്മാ ഇത്രയും പെട്ടെന്നൊരു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ വെറുതെ വി ക്യാൻ മാനുവൽ സെറ്റിങ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, വെയിറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിളിക്കാം. ക്ലാസിഫയർ -et. ഓക്കെ, ഇഗ്നോർ പാർട്ട് ഡെസ്ക്ടോപ്പ്. വളരെ നൈസായി നമുക്കിതിലേക്ക് വേറെ സാധനങ്ങൾ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ സീനുകളൊന്നും കാണത്തില്ല. പിക്ചേഴ്സിലേക്ക് നമുക്ക് .hac ആഡ് ചെയ്യാം.
Wait a minute. അതെ, ഇതിപ്പോൾ എന്തിൽ ഓപ്പണായി വന്നിരിക്കുന്നത്? ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഓപ്പണായി വന്നിരിക്കുന്നത് കേട്ടോ. സേവിങ് ഫയൽ ടു /home/file.classifier. I guess that is done. Close ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡർ വളരെ നൈസായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ക്ലാസിഫയർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ടൂൾ ഉപയോഗിച്ചു. ക്ലാസിഫയറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡൗണിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.